ഹലോ എവ്രിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MCQ സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ജോഗ്രഫിയുമായി റിലേറ്റഡുള്ള PYQസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പള്ളിവാസൽ, ശബരിഗിരി, ഇടുക്കി, ഷോളയാർ. ഏതാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ ഏത് നദിയിലെന്നാണ് ചോദ്യം. ചാലിയാർ, ചാലക്കുടിപ്പുഴ, മുതിരമ്പുഴ, പമ്പ. ഏത് നദിയിലാണ് പള്ളിവാസൽ? മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? കുറ്റ്യാടി ആരംഭിച്ച വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1972, 76, 70, 84 എന്നാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? മീൻവല്ലമാണ്. അത് ഏത് പുഴയിലെന്നാണ് ചോദ്യം. കുന്തിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, ചാലക്കുടിപ്പുഴ. ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ് മീൻവല്ലം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 740, 750 മെഗാവാട്ട്, 800 മെഗാവാട്ട്, 780 മെഗാവാട്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജലവൈദ്യുത പദ്ധതിയും അത് ഏതൊക്കെ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. നേരിയമംഗലം, ചാലക്കുടിപ്പുഴ, കുറ്റ്യാടിപ്പുഴ, ശബരിഗിരി, പമ്പ നദി. 3 തന്നിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ്. ശബരിഗിരി എന്ന് പറയുന്നത് പമ്പ നദിയിലാണ്. നേരിയമംഗലം ചാലക്കുടിപ്പുഴയിൽ അല്ല കേട്ടോ. നേരിയമംഗലം വരുന്നത് നമ്മുടെ പെരിയാറും അതുപോലെ മുതിരമ്പുഴയിലൊക്കെയാണ് നേരിയമംഗലം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തേത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കക്കാട്, മണിയാറ്, കുറ്റ്യാടി, ഇടുക്കി. ഏതാണ്? മണിയാറാണ് ആൻസർ കേട്ടോ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറയുന്നത്. നമുക്ക് ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള PYQs ആണ് ഈ കൊടുത്തിരുന്നതെല്ലാം. അപ്പം നമുക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിപ്പോവാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയാണ് നോക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലവൈദ്യുതിയാണ് കേട്ടോ. ജലത്തിൽ നിന്നുമുള്ള വൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. KECB സ്ഥാപിതമായത് എന്നാണ്? അപ്പോൾ ഇതിൽ നേതൃത്വം കൊടുക്കുന്ന KECB എന്നാണ് സ്ഥാപിതമായത്? 1957 മാർച്ച് 31. പലവട്ടം PSC ചോദിച്ചിട്ടുള്ളൊരു ഡേറ്റ് ആണിത്. 57 എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. KECB സ്ഥാപിതമായത് 1957. ആപ്തവാക്യം എന്താണ് KECBയുടെ? കേരളത്തിന്റെ ഊർജം എന്നതാണ് KECBയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലാണ് ഏത്? ഇടുക്കി എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതലുള്ള നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ് കേട്ടോ. അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് പെരിയാറിലും അതുപോലെ തന്നെ ജില്ല ചോദിക്കുമ്പോൾ അത് ഇടുക്കിയുമാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് ആദ്യമായി വൈദ്യുതീകരിച്ചത്. എന്നാൽ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ് കേട്ടോ. അപ്പം നഗരം എന്നെടുത്ത് ചോദിച്ചാൽ തിരുവനന്തപുരവും, ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടുമാണ് ആദ്യമായി വൈദ്യുതീകരിച്ചത്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയാണ്. പാലക്കാട്. പാലക്കാടിലെ കണ്ണാടിയാണ് എന്ത് ചെയ്തത്? എല്ലാ വീട്ടിലും വൈദ്യുത കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ഈ 3 ഫാക്ട്സ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കിയിലെ മാങ്കുളമാണ്. ആദ്യമായി വൈദ്യുതി ഉൽപാദനം തുടങ്ങിയത് മാങ്കുളത്താണ്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. നമ്മൾ പറഞ്ഞു സ്വന്തമായിട്ടുള്ള മിനി ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? മീൻവല്ലമായിരുന്നു. അത് ഓർത്തിരിക്കുക. മീൻവല്ലം ഏതിലാണ്? തൂതപ്പുഴയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ സംരംഭമായിരുന്നു. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ്
വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത്. വാട്ടർ കാർഡ് സംവിധാനം വെള്ളത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അത് നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കുന്നമംഗലമാണ്. കോഴിക്കോടിലെ കുന്നമംഗലമാണ് നടപ്പിലാക്കിയത്. ഇനി പൊതുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളവണ്ണയാണ്. അതും കോഴിക്കോടാണ് കേട്ടോ. കുടിവെള്ള പദ്ധതിയാണ് ഒളവണ്ണ, കോഴിക്കോട്. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ എന്ന് പറയുന്നത്. എന്നാണ് പള്ളിവാസൽ കമ്മീഷൻ ചെയ്ത്? 1940 പള്ളിവാസൽ പദ്ധതി വരുന്നത്. പള്ളിവാസൽ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്കുളമാണ്. 1954 സ്ഥാപിച്ചത്. അതും ഏത് പുഴയിൽ തന്നെയാണ്? മുതിരമ്പുഴയിലാണ് ചെങ്കുളവും സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? അടുത്ത ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട്, ഇതെല്ലാം എന്താണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കിന്ന്. അത് ഏതൊക്കെ അണക്കെട്ടുകൾ ചേർന്നതാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഓക്കെ. 1975 വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് തുടങ്ങിയത്. ഇടുക്കിയിൽ 75 വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യ സഹായിച്ച രാജ്യമാണ് ആര്? കാനഡ എന്ന് പറഞ്ഞത്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ്, ഓർത്തിരിക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പവർ സ്റ്റേഷൻ എവിടെയാണ്? മൂലമറ്റത്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1972 അവിടെ സ്റ്റാർട്ട് ചെയ്തത്. കുറ്റ്യാടി കോഴിക്കോടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി. ആദ്യത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു ഇടുക്കിയാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശബരിഗിരിയാണ്. പമ്പയിലുള്ള ശബരിഗിരിയാണ് എന്ന് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെ? മണിയാർ, കുത്തുങ്കൽ, അതുപോലെ ഉള്ളങ്കൽ. ഉള്ളങ്കലിനെ നമ്മൾ കക്കാട് പദ്ധതി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മണിയാർ എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. കുത്തുങ്കൽ എവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ ഉള്ളങ്കൽ അല്ലെങ്കിൽ കക്കാട് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പൊ ഇടുക്കിയിലുള്ള സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തുങ്കൽ എഴുതിക്കൊള്ളാം കേട്ടോ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? കുത്തുങ്കൽ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാർ എന്ന് പറയുന്നത്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ആദ്യത്തേതാണ് മണിയാർ, ഏറ്റവും വലുതാണ് ഏത്? കുത്തുങ്കൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത് എന്നാണ് ചോദ്യം. ചെറുതോണി, പൈനാവ്, കൽപ്പറ്റ, മൂലമറ്റം. ഏതാണ്? മൂലമറ്റമാണ് ആൻസർ കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതെന്നാണ് ചോദ്യം. മലമ്പുഴ, മാട്ടുപ്പെട്ടി, ഷോളയാർ, ഇടമലയാർ. ഏതാണ്? മാട്ടുപ്പെട്ടിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മാട്ടുപ്പെട്ടിയാണ് എന്ത്? ഇന്ത്യയിലെ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മുല്ലപ്പെരിയാർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം. ഏത് ജില്ലയിലാണ്? ഇടുക്കി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുല്ലപ്പെരിയാർ ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. കേരളത്തിലെ ആദ്യ ഡാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാർ ആണ്. ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് താലൂക്കിൽ എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. പെരിയാർ താലൂക്ക്, അതുപോലെ കുമിളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. 1887 ആരംഭിച്ചു. പണി ആരംഭിച്ചത് 1887 പൂർത്തിയാക്കിയത് 1895 കാലയളവിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം, ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലമ്പുഴയാണ്. ഉയരം കൂടിയതാണ് ഇടുക്കി, ഏറ്റവും വലുത് മലമ്പുഴയാണ്. മലമ്പുഴ ഡാം പാലക്കാടിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏത്? നമ്മൾ പറഞ്ഞു മാട്ടുപ്പെട്ടിയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ചെറുതോണിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. ഇത് തന്നിരിക്കുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഇനി നമ്മൾ ജലസേചന പദ്ധതികളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ചോദിച്ചത്. കല്ലടയാണ്, കൊല്ലം. അപ്പം ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കി എഴുതുക. ജലസേചന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും പഴയ ജലസേചന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീച്ചിയാണ്. തൃശ്ശൂർ പീച്ചിയാണ് ഏത് കേരളത്തിലെ ഏറ്റവും പഴയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. ഇതാണ് പറഞ്ഞത്, തിരിഞ്ഞു പോകരുത്. ജലസേചനം ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടും ജലവൈദ്യുതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയുമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ചോദിക്കുമ്പോൾ അത് ഭാരതപ്പുഴയാണ്. ജലസേചനത്തിൽ ഭാരതപ്പുഴ, ജലവൈദ്യുതിയിൽ അത് നമ്മുടെ പെരിയാറുമാണ് കേട്ടോ. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്തത് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അത് തെന്മലയാണ്, അതും കൊല്ലത്താണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരംകുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ ഡാമിലാണ് മരംകുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചീങ്കണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? നെയ്യാർ ഡാമിൽ തന്നെയാണ്. ഇനി കുറച്ച് ഡാമുകളൊന്ന് നോക്കി വെച്ചിരിക്കണം, എല്ലാം ഒന്നും കാണാതെ പഠിക്കേണ്ടതില്ല. കക്കി, കക്കാട്, ശബരിഗിരി എന്നിവ ഏത് നദിയിലാണ്? പമ്പയിലാണ്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക. ഭൂതത്താൻ കെട്ട് വരുന്നത് പെരിയാർ നദിയിലാണ്, എന്നാൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലുള്ള മറ്റൊരു അണക്കെട്ടാണ് ഇടമലയാർ എന്ന് പറയുന്നത്, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഷോളയാർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്നതും ഓർത്തിരിക്കുക. ചാലക്കുടി പുഴയിലുള്ളതാണ് ഏതൊക്കെ? ഷോളയാറും പെരിങ്ങൽകുത്തും എന്ന് പറയുന്നത്. പീച്ചി, വാഴാനി, ചിമ്മിനി എല്ലാം തൃശ്ശൂരിലെ മറ്റ് ഡാമുകളാണ്. പാലക്കാടുള്ള ഡാമുകളാണ് പിന്നീട് കൂടുതലായിട്ടുള്ളത്. ഇതൊക്കെ മലമ്പുഴ, മംഗലം, പോത്തുണ്ടി ഡാം ഇതെല്ലാം പാലക്കാട് വരുന്നതാണ്. പിന്നെ കുറ്റ്യാടി, കക്കയമാണ് കോഴിക്കോടുള്ളത്. അത് രണ്ടും ഏതാണ്? കുറ്റ്യാടി പുഴയിൽ തന്നെയാണ്. പഴശ്ശി ഡാം വരുന്നത് കണ്ണൂരിലാണ്. വയനാട്ടിലുള്ള ഡാമുകളാണ് ഏതൊക്കെ? ബാണാസുര ഡാം എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കുക, ഡാമുകൾ ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. നമുക്ക് അടുത്തത് നോക്കാം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, കോഴിക്കോട്. ഇത് വാർത്തകളിലൊക്കെ വന്നുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. എറണാകുളത്താണ് ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. താപവൈദ്യുത നിലയത്തെ പറ്റി നോക്കാം. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ താപവൈദ്യുത നിലയമാണ് ഏത്? കായംകുളത്തുള്ളത്. അപ്പൊ നാഫ്ത ഉപയോഗിക്കുന്നത് കായംകുളത്ത് ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? നാഫ്തയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് ഏത്? രാജീവ് ഗാന്ധി സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നുള്ളത്. രാജീവ് ഗാന്ധി സൈക്കിൾ പവർ പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാലും അത് കായംകുളത്ത് തന്നെയാണ് കേട്ടോ. KSEBയുടെ കീഴിൽ താപവൈദ്യുത നിലയങ്ങളാണ് ഏതൊക്കെ? ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റും. KSEBയുടെ കീഴിലാണ് ഏതൊക്കെ? ബ്രഹ്മപുരവും അതുപോലെ തന്നെ നല്ലളം ഡീസൽ പവർ പ്ലാന്റും. രണ്ടും KSEBയുടെ കീഴിലാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുരമാണ്. എവിടെയാണ്? എറണാകുളം. ആദ്യത്തേത് ബ്രഹ്മപുരമാണ്. രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ഏത്? നല്ലളം എന്ന് പറയുന്നത്. ഡീസൽ പവർ പ്ലാന്റ് നല്ലളമാണ്. നല്ലളം എവിടെയാണ്? കോഴിക്കോടാണ്. ഈ ജില്ലകളും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. എവിടെയാണ് എന്ന് ചോദിച്ചു കാണാറുണ്ട്. ചീമേനി താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? പ്രകൃതിവാതകമാണ്. അതുപോലെ കാസർഗോഡാണ് ചീമേനി താപവൈദ്യുത നിലയം എന്ന് പറയുന്നത്. അപ്പൊ 4 കാര്യങ്ങളെ ഓർക്കാനുള്ളൂ. കായംകുളത്ത് ഒരെണ്ണമുണ്ട്, അവിടെ നാഫ്തയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് 2 ഡീസൽ പവർ പ്ലാന്റ്സ് ആണ്. അത് ഒന്ന് ബ്രഹ്മപുരവും രണ്ടാമത്തത് നല്ലളവും. പിന്നെ മൂന്നാമത്തതാണ് ചീമേനി എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്നത്, കാസർഗോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗളി, കാറ്റാടിപ്പാടം, രാമക്കൽമേട്, കഞ്ചിക്കോട്, വിഴിഞ്ഞം. ഏതാണ് ആദ്യത്തെ കാറ്റാടിപ്പാടം എന്ന് പറയുന്നത്? ഏതാണ്? കഞ്ചിക്കോടാണ് ആദ്യത്തെ കാറ്റാടിപ്പാടം. കാറ്റാടിപ്പാടങ്ങളെ പറ്റി നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാമാണ് ഇത്? കഞ്ചിക്കോട്, പാലക്കാടിലാണ്. ഏറ്റവും വലിയ കാറ്റാടി ഫാം ചോദിച്ചാലും കഞ്ചിക്കോട് തന്നെയാണ്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട് എന്ന് പറയുന്നത്. ഇനി സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ് ഏതൊക്കെ? രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി. അഗളിയും അട്ടപ്പാടിയും പാലക്കാടാണ്. രാമക്കൽമേട് ഇടുക്കിയാണ്. അപ്പൊ പാലക്കാടിലാണ് കൂടുതലും കാറ്റാടി ഫാമുകൾ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നോക്കാം. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ്. 1991 ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ ബാക്കി വിഴിഞ്ഞത്തെ പറ്റിയിട്ടുള്ളത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നോക്കാം. കുറച്ചധികം കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്.
പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിനായി സ്ഥാപിതമായ അധികാര സ്ഥാപനം ഏതാണ്? അനേർട്ടാണ് സ്ഥാപിതമായത്. വർഷം എന്നാണ്? 1986. KICBയുടെ വർഷവും അനേർട്ടിന്റെ വർഷവും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 57 KICB വന്നത്, അനേർട്ട് വന്നത് 86. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാമിലാണ്, വയനാട്ടിലാണ് എന്നതും കൂടി ഓർത്തിരിക്കുക. സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? സിയാലാണ് സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുമാട്ടിയാണ് കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണെങ്കിൽ അത് മുഖത്തലയാണ്. കൊല്ലത്തുള്ള മുഖത്തലയാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുമാട്ടിയാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് ഏതാണ്? അമ്പലത്തറ, കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് എന്ന് പറയുന്നത്. നമുക്കിനി നദികളെ പറ്റിയിട്ട് നോക്കാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ പറയുന്നത് കാര്യത്തിൽ. കിഴക്കോട്ട് ഒഴുകുന്ന നദിയെ പറ്റിയിട്ട് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ ഏതാണ്? കബനിയാണ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരയിലെ പോത്തന്നൂരിനടുത്ത്, ചെട്ടിയാഞ്ചൽ കുന്നുകൾ, കർണാടകയിലെ ബ്രഹ്മഗിരി വനം, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മുടി ഏതിലാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. വീണ്ടും തന്നിരിക്കുകയാണ്. കല്ലടയാർ, പാമ്പാർ, കരമനയാർ, ചാലിയാർ ഏതാണ്? പാമ്പാർ ആണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 പമ്പ, പുളിച്ചിമല, ചാലക്കുടി പുഴ, ആനമല, അച്ചൻകോവിലാർ, പമ്പ നദി. അപ്പൊ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 1 2 3 1 2 1 3 2 3 ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ B ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. പമ്പ പുളിച്ചിമലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ ചാലക്കുടി പുഴ ആനമലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അച്ചൻകോവിലാർ നമ്മുടെ ആനമലയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചു വരുന്നത്. പമ്പാ നദിയല്ല. പമ്പാ നദിയുടെ പോഷക നദിയാണ് അച്ചൻകോവിലാർ എന്ന് പറയുന്നത്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? അപ്പൊ മാമാങ്കം ഏത് നദിയുടെ തീരത്താണെന്നാണ് ചോദ്യം. പെരിയാർ, ചാലിയാർ, ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ ഏതിലാണ്? ഭാരതപ്പുഴയിലാണ് മാമാങ്കം നടന്നിരുന്നത് കേട്ടോ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? ചൂർണി എന്നറിയപ്പെട്ട നദി ഏതെന്നാണ് ചോദ്യം. കുന്തിപ്പുഴ, പെരിയാർ, ഭവാനി, ഭാരതപ്പുഴ ഏതാണ് ചൂർണി എന്നറിയപ്പെട്ടത്? പെരിയാറാണ് ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചാലിയാർ, നെയ്യാർ, ഭാരതപ്പുഴ, പെരിയാർ ഏതാണ്? ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിൽ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നത് കേട്ടോ. ഏത് പുഴയുടെ നീരൊഴുക്കിനെയാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? തോണിക്കുടം പുഴ, മയ്യഴിപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, കൊടുങ്ങരപ്പള്ളം പുഴ ഏതാണ് അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടും കണ്ടെടുത്ത നദി? കൊടുങ്ങരപ്പള്ളം പുഴയാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന നദി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പമ്പ, പെരിയാർ, കബനി, കാവേരി ഏതാണ് ഏറ്റവും നീളം കൂടിയ നദി? പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിൽ 100 കിലോമീറ്ററിൽ ഏറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 10, 3, 11, 7 ഏതാണ്? 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദി എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പമ്പ, കല്ലടയാർ, ചാലിയാർ, പെരിയാർ ഏതാണ്? കല്ലടയാറാണ് കേട്ടോ ഇടത്തരം നദിയിൽ പെടാത്തത്. ബാക്കിയെല്ലാം ഇടത്തരം നദിയിൽ പെടുന്നതാണ്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖത്തിനെ പറ്റിയാണ് ചോദ്യം. ചാലിയാർ, മഞ്ചേശ്വരം, ഭാരതപ്പുഴ, പെരിയാർ ഏതാണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി ഡീറ്റെയിൽസിലേക്ക് പോകാം. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. 15 കിലോമീറ്ററിൽ അതിൽ കൂടുതലോ ഉള്ള നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികളുടെ എണ്ണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് 3 എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ടാണ് 41, അത് തിരിഞ്ഞു പോകരുത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡാണ്. 12 നദികൾ കാസർഗോഡിലൂടെ ഒഴുകുന്നുണ്ട്. ഏറ്റവും വടക്കുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. അതുപോലെ തെക്കുള്ള നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നദി പെരിയാറും ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെച്ചിരിക്കാം.
കിഴക്കോട്ട് പോകുന്നതിൽ ഏറ്റവും വലുത് ഏതാണ്? അപ്പൊ കിഴക്കോട്ട് പോകുന്ന നദികൾ 3 എണ്ണമാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കബനി, പാമ്പാർ, ഭവാനി. ഇത് 3ആണ്. അതിൽ ഏറ്റവും വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബനിയാണ്. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കബനി ഒഴുകുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. പാമ്പാറാണെങ്കിൽ ഇടുക്കിയിലൂടെയാണ് ഒഴുകുന്നത്. ഭവാനി ആണെന്നുണ്ടെങ്കിൽ അത് പാലക്കാടിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ. ഭവാനിയാണ് 3ാമത്തെ നദി. അത് പാലക്കാടിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് പോകുന്ന നദിയാണ് ഏത്? കബനി എന്ന് പറയുന്നത്. കബനിയെ പറ്റി പറയാനാണെങ്കിൽ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി ഉത്ഭവിക്കുന്നത്. അത് രണ്ടും ഓർത്തിരിക്കുക. കബനി വന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. ഭവാനി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലഗിരി കുന്നിൽ നിന്നുമാണ് ഭവാനി ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ പാമ്പാർ ഉത്ഭവിക്കുന്നത് ആലമുടിയിൽ നിന്നുമാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. 3ന്റെയും ഉത്ഭവ സ്ഥാനം ഒന്ന് ഓർത്തിരുന്നാൽ മതി. കബനി ആകുമ്പോൾ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് വയനാട്, പാമ്പാറാണെന്നുണ്ടെങ്കിൽ ആനമുടിയിൽ നിന്ന് തന്നെ, അതുപോലെ തന്നെ ഭവാനിയാണെങ്കിൽ നമ്മുടെ നീലഗിരി കുന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അത് 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണമാണ് എത്ര? 11 എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിലെ കുറച്ച് നദികൾ നോക്കാം. ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആദ്യത്തെ 5 എണ്ണമെങ്കിലും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റേഴ്സ് ആണ് പെരിയാറിന്റെ നീളം. ഭാരതപ്പുഴ 209 കിലോമീറ്റർ. പമ്പ 176, ചാലിയാർ 169, ചാലക്കുടി പുഴ 145.5. ആദ്യത്തെ 5 നദികളുടെയെങ്കിലും നീളം ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. 6ാമത്തെ നദി കടലുണ്ടിപ്പുഴ, അത് കഴിഞ്ഞ് അച്ചൻകോവിലാറ്, കല്ലട, മൂവാറ്റുപുഴ, വളപട്ടണം, ചന്ദ്രഗിരി, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ 5 നദികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആ വാല്യൂസ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നീളം ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ എത്രാമത്തെ നദിയാണ് ചാലിയാർ? എത്രാമത്തെ നദിയാണ്? 4ാമത്തെ നീളം കൂടിയ നദിയാണ്. ചാലക്കുടി പുഴ 5ാമത്തെ നീളം കൂടിയ നദിയാണ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പെരിയാറിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാലും പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ചൂർണി എന്ന് അറിയപ്പെടുന്നത് പെരിയാറാണ്. അതുപോലെ പൂർണ്ണ എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നതും പെരിയാറാണ്. അപ്പൊ പെരിയാറിന്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ജീവരേഖ, ചൂർണി, അതുപോലെ പൂർണ്ണ, ആലുവ പുഴ, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. അത്രയും ഓർത്തു വെച്ചിരിക്കാം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഏത്? പെരിയാർ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. ഇടുക്കി, ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഇടുക്കിയിലും എറണാകുളത്തിലും കൂടെ മാത്രമേ പെരിയാർ ഒഴുകുന്നുള്ളൂ. ഉത്ഭവം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലയിലാണ് പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ശിവഗിരി മല ഇമ്പോർട്ടൻ്റ്. ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും ജില്ലകളും ഓർത്തിരിക്കുക നന്നായിട്ട് തന്നെ. അതുപോലെ നീളവും എത്രയാണെന്ന് ഓർത്തിരിക്കുക. വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നും വേമ്പനാട്ട് കായലിലാണ് പതിക്കുകയും ചെയ്യുന്നത്. 99-ലെ വെള്ളപ്പൊക്കം നടന്നത് എവിടെയാണ്? പെരിയാറിലാണ്. 1924-ലാണ് അത് നടന്നത്. അതിൽ മലയാള വർഷത്തിലാണ് നമ്മൾ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1341-ൽ പെരിയാറിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ തുറമുഖം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഭാരതപ്പുഴയെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഉത്ഭവം ആനമലയിലാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഈ 3 ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അപ്പം ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു, നിള എന്നറിയപ്പെടുന്നു, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടത്, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതെല്ലാം ഭാരതപ്പുഴയാണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷണം? കേരളത്തിന്റെ നൈൽ, നിള, അത് തന്നെ പേരാർ, അതുപോലെ പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ജില്ല ഓർത്തിരിക്കുക. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അടുത്തത് നോക്കാം. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നതാണ് ശോകനാശിനി പുഴ എന്ന്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ആനമലയിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MTയും. അതുപോലെ കവി ആരാണ്? കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായരാണ് കവി എന്ന് പറയുന്നത്. മിനി പമ്പ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. മിനി പമ്പ പദ്ധതി ഏത് നദിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ്. പമ്പ കണ്ടുകൊണ്ട് പമ്പയൊന്നും എഴുതരുത്. ഭാരതപ്പുഴയിലാണ് മിനി പമ്പ പദ്ധതി എന്ന് പറയുന്നത്. പമ്പയെ പറ്റി കുറച്ച് കാര്യം നോക്കാം. 3ാമത്തെ വലിയ നദിയാണ് ഏത്? പമ്പ എന്ന് പറയുന്നത്. ഉത്ഭവം എവിടെയാണ്? പുളിച്ചിമലയിലാണ്. ഇടുക്കി പീരുമേട് പീഠഭൂമിയിലാണ്.
പമ്പ ഉത്ഭവിച്ചു വരുന്നത്. ഇനി തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത്, ബാരിസ് എന്നറിയപ്പെടുന്നത്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതൊക്കെ പമ്പയാണ്. വിശേഷണങ്ങൾ 3 പഠിച്ചു വെച്ചിരിക്കുക. തിരുവിതാംകൂറിന്റെ ജീവനാഡി ബാരിസ് എന്നറിയപ്പെടുന്നു, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ പെരിയാറും പമ്പയും പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പ ഒഴുകുന്നത്. ജില്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പത്തനംതിട്ട കിട്ടും നമുക്ക്, പമ്പ നമുക്കറിയാം. പിന്നെ ഇടുക്കിയിലും ആലപ്പുഴയിലും കൂടെ പമ്പ ഒഴുകുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ചാലിയാർ, 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. ഉത്ഭവം ഇളമ്പലേരി കുന്നാണ്. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നുമാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ബേപ്പൂർ പുഴ, അതുപോലെ തന്നെ ചൂലിക നദി, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. അപ്പൊ ഏതൊക്കെ ജില്ലകളിലാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. അറബിക്കടലിലാണ് പതിക്കുന്നത്. ഭാരതപ്പുഴ പോലെ അറബിക്കടലിലാണ് ചാലിയാറും പതിക്കുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണ് ചാലിയാർ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി. പ്രധാന വെള്ളച്ചാട്ടമാണ് ഏത്? ചാലക്കുടി പുഴയിലുള്ള അതിരപ്പള്ളി, അതുപോലെ വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് ഒക്കെ ചാലക്കുടി പുഴയിലുള്ള പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഷോളയാർ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതികൾ എവിടെയാണെന്ന് ചോദിച്ചാലും അതും ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തലയാണ്. അത് ചാലക്കുടി പുഴയിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈന്തലയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. പതിക്കുന്നത് ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ് പതിക്കുന്നത്. പെരിയാർ പതിക്കുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു വേമ്പനാട്ട് കായലിലാണ്. ആ പെരിയാറിൽ പതിക്കുന്ന നദിയാണ് ഏത്? ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനമാണ് ഏത്? അഗസ്ത്യമലയാണ് നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം. തിരുവനന്തപുരത്താണ് നെയ്യാറ്. അപ്പൊ അഗസ്ത്യമലയിലാണ് ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് നെയ്യാറ് പതിക്കുന്നത്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപൂണി കുന്നുകളിൽ നിന്നുമാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. പതനം എവിടെയാണ്? ഉപ്പളക്കായലിലാണ്. കാസർഗോട്ടെ ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. പെരുമ്പുഴ, അതുപോലെ പയസ്വിനി എന്നൊക്കെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. പയസ്വിനി ചോദിച്ചിട്ടുള്ളതാണ്. ചന്ദ്രഗിരി പുഴയാണ് ഏത്? പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്നത്. കാസർഗോഡ് പട്ടണത്തെ ആകൃതിയിൽ ചുറ്റിക്കറങ്ങുന്ന പുഴയാണ് ഏത്? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലടയാണ് കേട്ടോ. കല്ലടയാണ് ഏത്? കല്ലടയാറ്റിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴി പുഴയാണ്. ഉത്ഭവിക്കുന്നത് വയനാടൻ കുന്നുകളിൽ നിന്നുമാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. പതനം അറബിക്കടലിൽ തന്നെയാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. തലയാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പാമ്പാർ നദിയാണ് തലയാർ എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഇത്തരം ബേസിക് ആയിട്ടുള്ള നദികളെ പറ്റിയിട്ട് വളരെ കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൺഫ്യൂസ് ആയിട്ട് പോകുന്നതും എന്നാൽ ചോദിക്കുന്നതുമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഉത്ഭവസ്ഥാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉത്ഭവസ്ഥാനം, പതനം എവിടെയാണ്, ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞത്. ആദ്യത്തെ ആ 4 നദികളുടെ ജില്ലകൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് കുറച്ച് വള്ളംകളികൾ ഏതൊക്കെയാന്ന് നോക്കാം. എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ്? പമ്പയിലാണ് നടക്കുന്നത്. ചെമ്മക്കുളം മൂലം വള്ളംകളി നടക്കുന്നതും പമ്പയിലാണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി വള്ളംകളി, അതുപോലെ ഉത്രാടം തിരുനാൾ വള്ളംകളിയൊക്കെ നടക്കുന്നത് പമ്പയിലാണ്. പിന്നെ പ്രസിഡന്റ്സ് ട്രോഫി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലാണ്. അയ്യങ്കാളി, അതുപോലെ വെള്ളായണി. അപ്പോൾ ആ വെച്ചൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെഹ്റു ട്രോഫി ഏറ്റവും ഇമ്പോർട്ടന്റ്, എത്ര വട്ടം ചോദിച്ചു എന്നറിയില്ല. പുന്നമട കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? അപ്പൊ പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഭാരതപ്പുഴ, കുന്തിപ്പുഴ, ചാലക്കുടിപ്പുഴ, മുതിരമ്പുഴ. പാത്രക്കടവ് ഏതിന്റെ ഭാഗമാണ്? കുന്തിപ്പുഴയുടെ ഭാഗമാണ് പാത്രക്കടവ് എന്ന് പറയുന്നത് കേട്ടോ. കുന്തിപ്പുഴയുടെ ഭാഗമായിട്ടാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം വരുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ചാലക്കുടിപ്പുഴ ഇതെല്ലാം എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ് കാണപ്പെടുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. അതിരപ്പള്ളിയാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കേരളത്തിലുള്ളത്. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? കോഴിക്കോടാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാലിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ഏതൊക്കെ? ധോണി വെള്ളച്ചാട്ടം, പാത്രക്കടവ് വെള്ളച്ചാട്ടം, മീൻവല്ലം വെള്ളച്ചാട്ടം. ഇതെല്ലാം പാലക്കാടിലുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. അതുപോലെ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പാൽച്ചുരം എന്ന് പറയുന്നത്. പാൽച്ചുരം വെള്ളച്ചാട്ടം കണ്ണൂരിലാണുള്ളത്.
ചെതലയം, സൂചിപ്പാറ, കാന്തൻപാറ എന്നൊക്കെ പറയുന്നത് വയനാട്ടിലുള്ള വെള്ളച്ചാട്ടമാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. ശുദ്ധജലമാണ് ചോദിച്ചിരിക്കുന്നത്, ശാസ്താംകോട്ട കായലാണ് കേട്ടോ. ഷാ വെച്ച് ഓർത്തിരിക്കുക. ശുദ്ധജലം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, കോട്ടയം. ശാസ്താംകോട്ട എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലുത് ഏതെന്നാണ് ചോദ്യം. ഏറ്റവും വലുത് ഏതെന്നാണ് ചോദ്യം. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ. ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, എറണാകുളം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഏതെല്ലാം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായലാണ് ഏത്? ആക്കുളം കായലിലാണ് നടപ്പിലാക്കിയത് കേട്ടോ. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തര കേരളത്തിലെ, നോർത്തേൺ കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളായണി, ശാസ്താംകോട്ട, പൂക്കോട് ഇവയൊന്നുമല്ല. ഏതാണ്? പൂക്കോടാണ് കേട്ടോ ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തടാകങ്ങളെ പറ്റി അല്ലെങ്കിൽ കായലുകളെ പറ്റിയിട്ട് നോക്കാം. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണുള്ളത്. കടലുമായി ബന്ധമുള്ളത് 27 എണ്ണമാണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളമാണ്. ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ആണ് ഏതെന്ന് പറയുന്നത്? വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏത്? പാതിരാമണൽ എന്ന് പറയുന്നത്. പാതിരാമണൽ വേമ്പനാട്ട് കായലിലുള്ളതാണെന്ന് ഓർക്കുക. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ കിടക്കുന്നത്. കേരളത്തിൽ നിന്നും റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടവയാണ് ഏത്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, അതുപോലെ ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. 2002 ഇവയെ എന്ത് ചെയ്തത്? റംസാർ സൈറ്റിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ഏതൊക്കെ? ശാസ്താംകോട്ട കായൽ കൊല്ലം, വെള്ളായണി കായൽ തിരുവനന്തപുരം, പൂക്കോട് തടാകം വയനാട്, അതുപോലെ ഏനമക്കൽ, മനക്കൊടി ഇത് രണ്ടും തൃശ്ശൂരിലുള്ള ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ ഏറ്റവും വടക്കായിട്ട് കിടക്കുന്നത് പൂക്കോട്ട് തടാകമാണെന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും തെക്ക് കിടക്കുന്നതാണ് വെള്ളായണി കായൽ. ഏറ്റവും വലുതാണ് ശാസ്താംകോട്ട കായൽ. ഇത് 3 നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ട് പഠിക്കുക. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ക്ലാസ്. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുക. ഈ കുറച്ച് ദിവസങ്ങളിൽ അതിനൊരു ഫലം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.